മുബഷീർ, നിലവിൽ സ്വതന്ത്ര MLA ആയ അൻവറിന് നിയമസഭയുടെ കാലാവധി തീരുന്നതുവരെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത വരും. ഇപ്പോൾ അഭിഷേക് ബാനർജിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ തൃണമൂൽ കോൺഗ്രസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അൻവർ തന്നെ രാജിവെച്ചൊഴിയുന്നു. അതല്ലേ ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും അത്തരമൊരു നീക്കം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. സുജയ പാർവതി, നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് 10 വർഷം മുൻപ് സമാനമായ രീതിയിൽ ഒരു നീക്കം കേരളത്തിൽ ഉൾപ്പെടെ അവർ നടത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് പൂർണ്ണമായും പരാജയപ്പെട്ട് പിന്മാറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അൻവറിന്റെ അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തിനുണ്ടായൊരു സ്വീകാര്യത, UDF നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടുവന്നൊരു പശ്ചാത്തലം ഉൾപ്പെടെ മുന്നിലുണ്ട്. ഇതുൾപ്പെടെ തൃണമൂൽ കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അൻവറിന് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ അദ്ദേഹം നടത്തുന്നതോടുകൂടി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുന്നു. കോൺഗ്രസിലും DSUവിലും പ്രവർത്തിച്ച NCPയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചു വന്ന PV അൻവർ പിന്നീട് ഏറ്റവും ഒടുവിൽ ഇടത് സ്വതന്ത്രനായി 2 തവണ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന അൻവർ ആ മുന്നണി വിട്ടുകൊണ്ട് ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വീണ്ടും ആ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ MLA സ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഉൾപ്പെടെ പരിഗണിക്കുമെന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നൊരു വിവരങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പരീക്ഷണങ്ങൾ പുതുമയുള്ള കാര്യമല്ല. അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മമ്പാട് MES കോളേജിലെ KSU ജീവിതത്തിൽ നിന്നും തുടങ്ങി കോൺഗ്രസിലെ സജീവ പ്രവർത്തനത്തിലൂടെ പിന്നീട് ഈ പറയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളോടൊപ്പം കോൺഗ്രസിൽ സജീവമാകുകയും DCCയിൽ ഉൾപ്പെടെ സജീവമായി പ്രവർത്തിച്ചിരുന്ന അൻവർ പിന്നീട് ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ ആയിരുന്ന മന്ത്രിയുടെ ആളുകളുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിലായിരുന്നു പിന്നീട് മലപ്പുറം ജില്ലയിൽ സജീവമായിരുന്നത്. വിഭാഗീയ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം ഏറെക്കാലം വിട്ടുനിന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം കാണുന്നത് 2011 അതായത് 2011 ഏറനാട് നിയോജക മണ്ഡലത്തിലാണ് അൻവർ മത്സരിക്കാനെത്തുന്നത്. അന്നിവിടെ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് അൻവർ അവിടെ 2ാം സ്ഥാനത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലും അൻവർ മത്സരിച്ച് കഴിവ് തെളിയിക്കുന്നു. അതോടുകൂടി 2016 അൻവറിനെ പിന്തുണയ്ക്കാൻ ഇടതുമുന്നണി രംഗത്ത് വരുന്നൊരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിന് വലിയ ആധിപത്യമുണ്ടായിരുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകനെ തോൽപ്പിച്ചുകൊണ്ട് അൻവർ വരവറിയിക്കുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ജില്ലയിലെ നേതാവായിരുന്ന VV പ്രകാശിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അൻവർ വീണ്ടും അവിടെ ശക്തി തെളിയിച്ചത്. സ്വാഭാവികമായിട്ടും അൻവറിനെ സംബന്ധിച്ച് ആ ഒരു മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് അൻവർ ഇക്കാലങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. അതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രാജ്യപ്രഖ്യാപനം നടത്താൻ പോകുന്നത്. രാജ്യപ്രഖ്യാപിച്ചതിനു ശേഷം സ്വാഭാവികമായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിലും അത് തന്റെ വിജയത്തിലേക്ക് എത്തുമെന്നൊരു ആത്മവിശ്വാസവും അദ്ദേഹത്തിനുണ്ടെന്ന് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അൻവറിനൊരു പുതുമയുള്ള കാര്യമല്ല എന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പരീക്ഷണം നടത്താനൊരുങ്ങുമ്പോൾ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. വിശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റിന് പിന്നാലെ UDF നിന്നുൾപ്പെടെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ച് നമ്മൾ കണ്ടതാണ്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അൻവറിന്റെ അറസ്റ്റ് ചെയ്ത രീതിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അത് ഫാസിസ്റ്റ് രീതിയാണെന്ന വിമർശനവുമായി രംഗത്ത് വരുന്നു. PK കുഞ്ഞാലിക്കുട്ടി, PM എസ്ലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ അൻവറിന്റെ അറസ്റ്റിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ മുന്നണിയിൽ എടുക്കുമെന്ന ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉൾപ്പെടെ ശക്തമായ ഘട്ടത്തിലായിരുന്നു അപ്രതീക്ഷിതമായിട്ടും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരുന്നത്. സംസ്ഥാന കോർഡിനേറ്ററായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. അൻവറിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു സൂചനകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു അറസ്റ്റിന് പിന്നാലെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി ഈ പാർട്ടിയുടെ പദവി ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്തും അദ്ദേഹം ആ ആകാംക്ഷ നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ ആകാംക്ഷയുടെ ഏറ്റവും അവസാനത്തെ നിർണായക ചുവടുവെപ്പായ അദ്ദേഹത്തിന്റെ നാളത്തെ രാജ്യപ്രഖ്യാപനം മാറുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. സുജയ പാർവതി.